തമിഴ്നാട്ടിൽ നിർണായക നീക്കവുമായി DMKയും AIADMKയും. സംസ്ഥാനത്ത് TVK കോൺഗ്രസ് സഖ്യത്തിനെതിരെ കൈകോർക്കാൻ DMKയും AIADMKയും ഒരുങ്ങുന്നതായി സൂചനകൾ വന്നതിന് പിന്നാലെ AIADMK MLAമാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റി. DMKയും AIADMKയും തമ്മിൽ സഖ്യ ചർച്ചകൾ തുടങ്ങിയതായാണ് വിവരങ്ങൾ. അതിനിടെ വിജയ്ക്ക് നൽകിയ പോലീസിന്റെ പ്രത്യേക വാഹന വ്യൂഹം പിൻവലിച്ചു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ നാടകീയവും അതുപോലെ തന്നെ നിർണായകവുമായ പല കാര്യങ്ങളുമാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തമിഴ് രാഷ്ട്രീയത്തിൽ മുമ്പൊന്നും കാണാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് തമിഴ് രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസമാണ് AIADMKയുടെ MLAമാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റിയത്. ഇതിന് പിന്നാലെയാണ് കൂടുതൽ ചർച്ചകൾ സജീവമാകുന്നത്. നിലവിലെ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച നടൻ വിജയുടെ TVK ഈ സഖ്യ കക്ഷികളുമായി ചർച്ച പുരോഗമിക്കുന്നതായിട്ടുള്ള വിവരം ലഭിക്കുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു വിജയ്ക്ക് നൽകിയ പോലീസിന്റെ പ്രത്യേക വാഹന വ്യൂഹം അത് പിൻവലിച്ചത്. ഫലം പ്രഖ്യാപിച്ചത് പിന്നാലെയായിരുന്നു ഈ സുരക്ഷ കണക്കിലെടുത്ത് ഈ പോലീസ് സന്നാഹം അല്ലെങ്കിൽ പോലീസ് വ്യൂഹം ഏർപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് രാത്രിയോടെ പിൻവലിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്നത്. അതേസമയം തന്നെ ഈ പോലീസിന്റെ നടപടി വിജയ് പറഞ്ഞത് പ്രകാരം അല്ലെങ്കിൽ അഭ്യർത്ഥന പ്രകാരമാണ് ഈ പോലീസിന്റെ വാഹന വ്യൂഹം പിൻവലിച്ചത് എന്നതാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. താൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം മാത്രം മതി തനിക്ക് ഈ പോലീസിന്റെ വാഹന വ്യൂഹം ലഭിച്ചാൽ എന്നതാണ് വിജയ് നൽകിയ അഭ്യർത്ഥന എന്നതാണ് പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു സംസ്ഥാനത്ത് TVK കോൺഗ്രസ് സഖ്യം രൂപപ്പെടുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഈ TVK അധികാരത്തിൽ ഏറുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് തടയുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കാലത്തെ പ്രധാനപ്പെട്ട മുഖ്യ ശത്രുക്കളായിട്ടുള്ള AIADMKയും DMKയും ചേർന്ന് ഒരു സഖ്യം രൂപീകരിക്കുന്നു എന്ന വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട MLAമാരെ TVK ചാക്കിട്ട് പിടിക്കാനുള്ള നീക്കം തടയുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ MLAമാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റിയത്. അങ്ങനെ തമിഴ് രാഷ്ട്രീയം ഇതുവരെ കാണാത്ത റിസോർട്ട് രാഷ്ട്രീയത്തിന് കൂടി ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്ന സംഭവ വികാസമായി മാറിയിരിക്കുന്നു. എന്തായാലും ഇന്ന് നിർണായക കൂടിക്കാഴ്ചകളും നിർണായക ചർച്ചകളും ഉണ്ടാകുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ TVK കോൺഗ്രസ് സഖ്യത്തെ തകർക്കാൻ AIADMKയും DMKയും ചേരുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതേസമയം തന്നെ AIADMKയുടെ സഖ്യ കക്ഷികളുമായി പ്രധാനപ്പെട്ട DMKയുടെ പ്രധാനപ്പെട്ട സഖ്യ കക്ഷികളുമായി CPIM CPI അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള നേതാക്കളുമായി അല്ലെങ്കിൽ പാർട്ടികളുമായി വിജയ് ചർച്ച തുടരുന്നുണ്ട് എന്നതും ലഭിക്കുന്ന വിവരമാണ്. ഈ MLAമാരുടെ മറുപക്ഷത്തേക്കുള്ള കൂറുമാറ്റം തടയുക എന്നതാണ് നിലവിൽ AIADMKയുടെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് തങ്ങളുടെ MLAമാരെ റിസോർട്ടിലേക്ക് മാറ്റിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും മുതിർന്ന നേതാക്കളുടെ മേൽനോട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത്. MLAമാരുമായി ആര് ബന്ധപ്പെടാൻ കഴിയരുത് അല്ലെങ്കിൽ അതിനൊരു കർശന ഉപാധി വെക്കുക അല്ലെങ്കിൽ MLAമാരെ TVK ബന്ധപ്പെടുന്നത് തടയുക എന്നതാണ് ഈ നിർണായക നീക്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിർണായക കൂടിക്കാഴ്ചകളെല്ലാം ഇന്ന് ചെന്നൈ ആസ്ഥാനത്ത് അല്ലെങ്കിൽ TVKയുടെ ചെന്നൈയുടെ ആസ്ഥാനത്ത് ഉണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും വിജയ്ക്ക് കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ട സീറ്റുകൾ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കുക എന്നതാണ് TVKയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിർണായകമായ ഒരു കാര്യം. അതിന് സഖ്യ കക്ഷികളുമായി വിജയ് ചർച്ച തുടരുന്നുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഒരു ഭാഗത്ത് റിസോർട്ട് രാഷ്ട്രീയം തമിഴ് രാഷ്ട്രീയത്തിൽ ഇന്നേവരെ അരങ്ങേറാത്ത റിസോർട്ട് രാഷ്ട്രീയത്തിനും ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നു. അതേസമയം ഒരു ഭാഗത്ത് ഒരു കാലത്ത് മുഖ്യ ശത്രുക്കളായിട്ടുള്ള AIADMKയും DMKയും ഒന്നിക്കുന്നു എന്ന വിവരം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു AIADMKയുടെയും DMKയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഇത്തരത്തിൽ ഒരു സൂചന നൽകിയത്. അതിന് തന്നെ ഇപ്പോൾ അത് ഒരു ആണിയിട്ട് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വിജയ്ക്ക് തന്റെ കേവല ഭൂരിപക്ഷം തെളിയിക്കാനുള്ള നിർണായക യോഗങ്ങളും നിർണായക ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ദീപ്തി.
ശരി, എന്തായാലും തമിഴ്നാട്ടിൽ നിർണായകമായ നീക്കമാണ് DMKയും AIADMKയും നടത്തുന്നത്. സംസ്ഥാനത്ത് TVK കോൺഗ്രസ് സഖ്യത്തിനെതിരെ കൈകോർക്കാനാണ് DMKയും AIADMKയും ഒരുങ്ങുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. MLA-മാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. AIADMKയുടെ MLA-മാരെയാണ് ഇപ്പോൾ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. DMKയും AIADMKയും തമ്മിൽ സഖ്യ ചർച്ചകൾ തുടങ്ങിയതായാണ് വിവരം. വിജയ്ക്ക് നൽകിയ പോലീസിന്റെ പ്രത്യേക വാഹന വ്യൂഹവും പിൻവലിച്ചിട്ടുണ്ട്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.